പ്രാർത്ഥനയുടെ ഒരു 10 ഗുണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബെനഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, ഉപവസിക്കുന്നതിൻ്റെ ഗുണം, ഒരു 10 ഗുണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാവിലെ എത്ര പേര് ബൈബിൾ വായിച്ചു? സ്തോത്രം. ഉപവസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇത്തിരി ആഹാരം രാവിലെ ആയതുകൊണ്ട് വെടിഞ്ഞു കാണും. സ്തോത്രം. എന്നാൽ ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണമാണ് വചനമാകുന്ന സ്വർഗീയ മന്ന. അത് ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അതാദ്യം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹലോ, ബെനഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, ഉപവസിക്കുന്നതിൻ്റെ ഗുണം, 10 ഗുണം. ഒന്നാമത്തെ ഗുണം, ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് നമ്മളിലേക്ക് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഫാസ്റ്റിംഗ്. ദൈവാത്മാവ് നമുക്ക് തരുന്ന തിരുവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അപ്പോസ്തല പ്രവൃത്തി 13:2. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കാനായി നമ്മളെ സഹായിക്കുന്നത് ഉപവാസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉപവാസത്തിൻ്റെ പ്രത്യേകത മറ്റുള്ള ശബ്ദങ്ങളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന് മറിയത്തെ പോലെ കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് അവിടുത്തെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ആ വചനം പെറുക്കിയെടുക്കുന്നതാണ് ഉപവാസം. അതിലാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഫാസ്റ്റിംഗ് ക്യാൻ ബ്രിങ് ക്ലാരിറ്റി ടു ദ വോയിസ് ഓഫ് ഗോഡ്. ആ വചനം ഒന്നുകൂടെ വായിക്കാം, 2-ന്റെ. ഇപ്രകാരം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ എടുത്ത് ചാടരുത്, ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. സ്തോത്രം. ജീവിതത്തിൽ ഒരു കാര്യത്തിനും സ്വന്തം ബുദ്ധിയിലുള്ള ആലോചനയിൽ ഇറങ്ങരുത്. ഇറങ്ങിയാൽ അടി ഉറപ്പാണ്. അവിടെ പറയുകയാണ്, സ്തോത്രം, അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവ് ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിക്കുമ്പോഴാണ് നമുക്ക് ദൈവിക ശക്തം വളരെ ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയുന്നത്. അതാണ് ദൂത്. ആ ദൂത് ആരുടെയെങ്കിലും പേര് പറയുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ 50 കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ 50 പേർക്കും വേണ്ടിയുള്ള ദൂതാണ് ഞാൻ കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ ശബ്ദമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. കാരണം മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായം 4-ാം വാക്യം എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിർത്ത് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ നാം ആഹാരം മാറ്റിവെക്കാറുണ്ട്. അത് ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന മക്കളുടെ വീട്ടിൽ ഇടക്കിടക്ക് വഴക്കുണ്ടാവുമോ? ഉണ്ടാവോ ഇല്ലയോ? കള്ളം പറയരുത്. പരിശുദ്ധാത്മാവിനറിയാം. ഇവിടെ ഇരിക്കുന്ന
പുള്ളന്മാരും പുള്ളികളും കുറഞ്ഞ കക്ഷികളല്ലെന്ന് കർത്താവിനറിയാം. അത്യാവശ്യം നരകത്തിൽ പോകാനുള്ള സ്റ്റാൻഡേർഡ് ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. എവിടെ പോകാൻ? നമ്മുടെയൊക്കെ കൈയിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ കിണറ്റിലിട്ടിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിർത്ത് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. ആ വചനം സ്വീകരിക്കാനായി നമ്മൾ ഒരുക്കുന്നതാണ് ആഹാരത്തെ വെടിഞ്ഞ ആത്മീയ ഉണർവോടുകൂടി ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ബർന്നബാസിനെ എനിക്കായി വേർതിരിപ്പേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറിയാൽ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിക്കും? പറ. 80. വലിച്ചു നീട്ടിയാൽ ഒരു 105 ഇരിക്കട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ എന്തും കൊണ്ടുപോകും? എന്തും കൊണ്ടുപോകും. വല്ലതും കൊണ്ടുപോകുമോ? ഒരു മുട്ടു സൂചി പോലും കൊണ്ടുപോകത്തില്ല, അല്ലേ? പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ അടിവെച്ചത് എന്തിനായിരുന്നു? ഈ മുട്ടു സൂചിക്ക് വേണ്ടിയായിരുന്നു. സ്തോത്രം. എത്രയോ കേസുകളാണ് വിജാതിയൻ്റെ കോടതി കിടക്കുന്നത്. എന്തിനാ? അപ്പനും അമ്മയും വിയർപ്പ് കൊണ്ട് സമ്പാദിച്ച ഈ 10 സെൻറ്റ് 3 മക്കളും കൂടെ പങ്കിട്ടെടുത്ത്, സ്തോത്രം, ചിലർ കയ്യൂക്കളോ കാര്യക്കാരെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൂടി അര സെൻറ്റ് അടിച്ചു മാറ്റി കള്ളക്കേസുണ്ടാക്കി എന്നിട്ട് ശത്രുക്കളെ പോലെ ജീവിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തിട്ട് പറ, നമ്മൾ തമ്മിൽ ഒരടിയുമില്ലെന്ന് പറ. പക്ഷെ അടിയുള്ള സ്ഥലങ്ങളുണ്ട്, സഭകളിൽ തന്നെ. മറ്റത് കുടുംബത്തിലെ കാര്യം, സഭയുടെ തടിയില്ലേ? ഉണ്ട്. ഉപവാസത്തിന് വല്ല കുറവുണ്ടോ? അടിച്ചിങ്ങോട്ട് മാറിയിരുന്ന 7 ദിവസത്തെ ഉപവാസമാണ്. എന്തിനാ ഉപവസിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ നീ അടിക്ക് പോകുമോ ഇടിക്ക് പോകുമോ? എങ്ങനെ നിന്റെ സഹോദരനെയോ സഹോദരിയെ വേദനിപ്പിക്കാൻ പറ്റും? സ്തോത്രം. അപ്പോൾ കർത്താവിന് വേണ്ടത് ഈ തടിയും മണ്ണും പൊക്കമൊന്നുമല്ല. ഇതിൻ്റെ അകത്തൊരു സാധനം ഇരിപ്പുണ്ട്. എന്താ? പറ. ഹൃദയം. ആ ഹൃദയ ഒരുക്കത്തോട് ഇരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഒരു സെക്കൻഡ് ആ വലത് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന്, ഈ തിരുവചന പ്രകാരം ദൈവത്തിൻ്റെ ശബ്ദം രക്ഷിക്കപ്പെട്ട ഈ നാൾ മുതൽ, സ്തോത്രം, എപ്പോഴെങ്കിലും ദൈവം എന്നോട് വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹൃദയപൂർവ്വം താഴ്ന്നിരിക്കുമ്പോൾ ആ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഒരു പ്രത്യേക ഉണർവ്, ഒരു പ്രത്യേക ശക്തി, ഒരു പ്രത്യേക ചൈതന്യം ഉള്ളിലേക്ക് വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഹൃദയം തുറക്കുക. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം, അവിടുത്തെ ശബ്ദം എനിക്ക് വേണം, അവിടുത്തെ ശബ്ദം, അവിടുത്തെ തിരുമനസ്, അവിടുത്തെ തിരിഹിത എന്തെന്നറിഞ്ഞ് എൻ്റെ വിളിയും തിരഞ്ഞപ്പോൾ ഉറപ്പാക്കി മുന്നോട്ട് പോകുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്നെ ശക്തീകരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ഗലാത്യ ലേഖനം 1:15 മതി. സ്തോത്രം. എങ്കിലും എന്നെ എൻ്റെ ജനനം മൂലം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആ ദൈവമാണ് പൗലോസിനെ വിളിച്ചത്. ഇത് താൻ പറയുന്നത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനെന്ന് പറയുന്നുണ്ട്. ഈ പൗലോസിന് ഈ ശുഷ്കാന്തി കിട്ടിയത് പിതൃപാരമ്പര്യത്തിൽ നിന്നാണ്. അങ്ങനെ സഭയെ പീഡിപ്പിച്ച് നടക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ വിളി പൗലോസിൻ്റെ മേലുണ്ടായിരുന്നു.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ ശബ്ദം, ആ വിളിയും തിരഞ്ഞെടുപ്പും കുറേ കൂടി വെളിപ്പെട്ട് തനിക്ക് മനസ്സിലാകുന്നത് താൻ കർത്താവിന് വേണ്ടി വിളിച്ച് തൻ്റെ ജീവിതം വിട്ടുകൊടുത്തപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെട്ട സമയം അത് ദൈവം നമുക്ക് തന്ന രക്ഷയുടെ അവസരമാണ്. അതുകൊണ്ട് തീർന്നില്ല. മൂക്കി പഞ്ഞു വെക്കുന്നവരെ വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും ജീവിക്കണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം അധ്യായം 4-ാം വാക്യം. എഫെസ്യർ 1:4. അപ്പോൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? പറ. വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാൻ. അങ്ങോട്ട് ഇടും കരങ്ങൾ കൊടുത്ത്, കരങ്ങൾ വിടും. അതിന് ചോദിര്, നിഷ്കളങ്കനാണോ ചോദിര്. വീട്ടിലിരിക്കുന്ന കൈക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, പിള്ളക്കുഞ്ഞുങ്ങൾ, അവർ മാത്രമേ നിഷ്കളങ്കരുള്ളൂ. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അപ്പനും അമ്മയും വിശുദ്ധിയും വേർപാടും അല്ലേ നമ്മൾ പറയാറുണ്ട്. ശരിക്കും വിശുദ്ധരാണോ? വിശുദ്ധരാണെങ്കിൽ എന്തുകൊണ്ട് അമ്മായിയമ്മയായിട്ട് അടിവെക്കുന്നത്? സ്തോത്രം. ആ തള്ള എനിക്ക് കണ്ടുകൂടാ. അതിന് വിഷം കൊടുത്ത് കൊന്നുകളയാണ്. എന്തൊരു സാധനമാണ്. അങ്ങനെയുള്ള അമ്മച്ചിമാരാരും രാവിലെ വന്നിട്ടില്ല. അവർ ചിലപ്പോൾ വൈകുന്നേരം വരുമായിരിക്കും. സ്തോത്രം. വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ നമ്മുടെ തെരഞ്ഞെടുപ്പാണ് അത്. ബർന്നബാസിനെയും പൗലോസിനെയും ഒക്കെ തിരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി നമ്മൾ ഉറപ്പാക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിലാണ്. ദൈവം എന്നോടാ സംസാരിച്ചേ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ദൈവദാസന്മാർ വന്നിട്ട് ചിലരോട് മാത്രം ഇങ്ങനെ നോക്കി ദൂത് പറയുമ്പം അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കും, ദൈവം എന്നെ ഇതുവരെ കണ്ടില്ലേ, ദൈവമേ ഞാൻ തൊട്ടടുത്തിനകത്ത് എന്നെ ഒന്നും തൊട്ടില്ലല്ല എന്നുള്ള പരാതിയായിരിക്കും. ദൈവം അങ്ങനെ പക്ഷഭേദം കാണിക്കുന്നവനല്ല. ദൈവത്തിൻ്റെ വചനം അത് മഴ പെയ്ത് ഭൂമിയെ കുളിർപ്പിക്കുന്ന പോലെയാണ്. ഒരു വചനം ഈ ആലയത്തിൽ കർത്താവ് വിളമ്പിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാനാ. അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർപ്പിക്കണം. അങ്ങനെ ഓർപ്പിച്ചിരുന്നെങ്കിൽ സ്തോത്രം, ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തലപൊക്കി നടക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് ആത്മീയ ഗോളത്തിൽ വന്നുകൊണ്ടിരിക്കണേ. സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ 2-3 അച്ഛന്മാർ എന്നെ വിളിച്ച് ചോദിച്ചു, എടാ ക്രിസ്ത്യൻ, നീ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന സഭയിൽ എന്ത് അടിയാടേ? വല്ലതും പറയാൻ പറ്റും? അവർ എന്നോട് ചോദിച്ചു, എടാ നിങ്ങൾക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? നിങ്ങൾക്ക് കുറച്ച് തലയെടുപ്പല്ലേ, ലീഡേഴ്സില്ല എന്ന് വെച്ചാൽ അപ്പുറത്ത് പോപ്പുണ്ടല്ലോ. റോമിലിരുന്ന് പോപ്പ് ഒരു ഉത്തരവ് വിട്ടാൽ ഈ നാട്ടിൽ കിടക്കണ പാപ്പച്ചൻ വരെ അനുസരിക്കും. മനസ്സിലായി? നമുക്ക് ആരും ഉത്തരവിടാൻ ഇവിടെ. പക്ഷെ നമുക്ക് പോപ്പിനേക്കാൾ വലിയൊരാളുണ്ട്, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു. സന്തോഷമുള്ള മക്കളും കരങ്ങളടിച്ചതിൻ്റെ കർത്താവിന് മഹത്വം കൊടുത്ത്, ഓ യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ദൈവിക ചൈതന്യം ഹല്ലേലൂയ ഓരോ കൂട്ടായ്മയിലും ഓരോ സഭകളിലും ഓരോ ദൈവ മക്കളെയും വ്യക്തമായി ഇറങ്ങട്ടെ. ഒരു പെന്തക്കോസ്ത് അനുഭവം ഉണർവോടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് എൻ്റെ വിളി? ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അതിനെന്താ? ഉപവാസം അതിന് നല്ലൊരായുധമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഴിമന്തിയൊക്കെ തിന്ന്
എല്ലിൻ്റെ ഇടയിൽ കയറി ആരുടെ പുറത്ത് കയറി ഇടിക്കണമെന്നുള്ള ചിന്തയാണ്. ചിലർ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളവരാരും അങ്ങനെയുള്ളവരല്ല. അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു 6 നേരം കഴിക്കും, എത്രയേ ഉള്ളൂ. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാനാ. അതാണ് ദൈവശബ്ദം. സ്തോത്രം. ഇനി വിശുദ്ധിയുടെ അടയാളം വെള്ളയൊന്നും അല്ല, ക്ലീൻ ഷേവും അല്ല, എന്തെങ്കിലുമൊക്കെ ഊരിക്കളയുന്നതുമല്ല. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പാണ് വേണ്ടത്. നിന്റെ വസ്ത്രമല്ല വലിച്ചു കീറേണ്ടത്, നിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഒരാൾ 2-3 പേരും ജീവിച്ചതായിട്ട് ബൈബിളിലുണ്ട്. 2-3 പേരില്ല, ഏകദേശം മിക്കവരും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരാളുടെ പേര് ഒന്ന് പെട്ടെന്ന് പറയാമോ? റൈറ്റ്. ഇയ്യോബിൻ്റെ അഡ്രസ്സ് നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിൻ്റെ അഡ്രസ്സ്, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഇയ്യോബ് അപ്പച്ചൻ്റെ ഹൗസ് അഡ്രസ്സാണ് പരിശുദ്ധാത്മാവ് ഇപ്പം പറഞ്ഞത്. അവൻ നിഷ്കളങ്കനാണ്. ഇയ്യോബ് അപ്പച്ചൻ നമ്മളെപ്പോലെ മജ്ജയും മാംസവും ഉള്ളൊരു അപ്പനായിരുന്നു. സ്തോത്രം. ചരിത്ര പുരുഷനാണ്, വെറൊരു കഥാപാത്രമല്ല, ചരിത്ര പുരുഷനാണ്. അപ്പൻ്റെ കാലഘട്ടം എന്ന് പറയുന്ന വക്രതയും കോട്ടവും വഷളത്വവും നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ അപ്പൻ്റെ കുടുംബം മാത്രം വേർവിട്ട് നിന്ന്. അതേ വിളി തന്നെയാണ് നമുക്ക്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ കത്തിച്ചൊലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ. ഹല്ലേലൂയ. ഇയ്യോബപ്പച്ചൻ്റെ കാലഘട്ടത്തെക്കാൾ വഷളത്തരം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ തിരഞ്ഞെടുപ്പും വിളിയും എപ്പോഴും ഉറപ്പാക്കി വേണം മുന്നോട്ട് പോകാൻ. വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാം. നിഷ്കളങ്കൻ അവൻ നേരുള്ളവൻ, നിഷ്കളങ്കൻ ദോഷം വിട്ടലകുന്നവൻ, അടുത്തത് ദൈവഭക്തൻ. ഹല്ലേലൂയ. അവിടെ അങ്ങോട്ടും കരങ്ങൾ കൊടുത്ത് മുറുക്കി പിടിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ സ്വർഗത്ത് പോകേണ്ടെന്ന് ചോദിക്കും. കർത്താവ് വരുമ്പോൾ എത്ര പേര് പൊങ്ങുവോ ആർക്കറിയാം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കാൻ സഹായിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന, ഫാസ്റ്റിംഗ്. പൗലോസിൻ്റെ വിളി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം. പക്ഷെ ആ വെളിപ്പെട്ട് വരുന്നത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഇത് തന്നെയാണ് നമ്മുടെ വിളിയും. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:15. ഈ വചനം നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോരുത്തർക്കും ഉള്ളതാണ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, പാവവും വ്യഭിചാരം നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ കർത്താവും ലജ്ജിക്കും. ഏറ്റുപറഞ്ഞാൽ കർത്താവ് ഏറ്റുപറയും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യമാണ് ഒരാത്മാവിനെ കൂടി കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. അയ്യോ, ഞാനത് പറഞ്ഞ അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിച്ചാലും കൊള്ളാം, ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ടല്ലോ, അല്ലയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെയൊക്കെ വിചാരം വിശുദ്ധന്മാരെ ദൈവം വിളിക്കുമെന്ന്. അല്ല,
അശുദ്ധനെയും കർത്താവ് വിളിക്കും, കൊള്ളക്കാരനെയും വിളിക്കും. സ്തോത്രം. വിളിച്ച് ഹല്ലേലൂയ അവൻ്റെ കയ്യിലെ വിശുദ്ധ ഉപകരണമാക്കി മാറ്റും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്താവിന് പ്രിയങ്കരാണ്, പ്രിയപ്പെട്ടവരാണ്. കർത്താവ് ആരെയും നീ ഇന്ന സാധനമാണെന്ന് തള്ളിയിട്ടില്ല. നീ എനിക്ക് പ്രിയങ്കനും ബഹുമാന്യനുമാണ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എടുത്തുപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും ദൈവം തന്നിട്ടുള്ള ടാലന്തുകളുണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ പ്രയോജനത്തിനാണ്. ആരെയും ദൈവം മാറ്റി നിർത്തില്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് വായിക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് തബല വായിക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് ഗിറ്റാർ വായിക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും. സ്തോത്രം. ചിലർ ഇതൊന്നും ഇല്ലാതെ കണ്ട് ഐസ്ക്രീം ഫ്രീസറിൻ്റെ അകത്ത് വെച്ച പോലെ തന്നെ ഇരിക്കുള്ളൂ. കൈയടിച്ച് ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില സഭകളിൽ നല്ല പ്രായമുള്ള അമ്മച്ചന്മാർ ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. ദേ ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ 15 വയസ്സുള്ള തൈക്കളത്തി കാണും. അവൾ കൈയടിക്കണം എങ്ങനെയാണെന്ന് പറയാം. ദേ വെറ്റില പുറത്ത് ചുണ്ണാമ്പ് തേക്കണ പോലെ. നമുക്ക് ഓരോരുത്തർക്കും ദാവീദ് ദൈവസന്നിധിയിൽ വന്നപ്പോൾ ഡാൻസ് ആടിയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആത്മനിറവ്. സ്തോത്രം. എന്നാൽ നമ്മളുടെയൊക്കെ സഭകളിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് ആത്മനിറവ്. ഹല്ലേലൂയ. അത് ആരാധിക്കുമ്പോൾ കൈയടിക്കുന്നതല്ല, ജീവിതത്തിൽ തുടിച്ചു നിൽക്കുന്നതാണത്. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സ്തോത്രം അത് വെളിപ്പെടണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മൂങ്ങായ പോലെ കരഞ്ഞി പിഴിഞ്ഞിരിക്കാനല്ല. ഉപവാസ പ്രാർത്ഥന എന്നാണ്. ദൈവമേ 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്, ദൈവമേ ഇതൊന്ന് പെട്ടെന്ന് തീർന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ ആ വഴിക്ക് പോകുമ്പോഴാണ് അവർ ബിരിയാണി വെക്കണ മണം എൻ്റെ മൂക്കിലടിച്ചത്. സ്തോത്രം. ഈ കൊതിയെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? ഈ ക്ലാരിനെറ്റ് വായിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? ബാൻഡ് സെറ്റിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു പുളിയും തിന്നോണ്ട് നിന്ന് ആ ക്ലാരിനെറ്റ് വായിക്കുന്നവരുണ്ടല്ലോ, ക്ലാരിനെറ്റ് എടുത്ത് ഒരൊറ്റ കട്ടി. കാരണം ഈ പുളി കാണുമ്പോൾ ഈ മനുഷ്യൻ്റെ വായിങ്ങളൊന്നും അവന് ഊതുമ്പോൾ ഈ തുപ്പലായിരിക്കും ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി വരുന്നത്. സ്തോത്ര. അപ്പോൾ ജഡത്തിൻ്റെ കൊതി ഇല്ലേ? ഉണ്ട്. ആത്മാവിൻ്റെ കൊതിയോ? അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വചനം ആർത്തിയുള്ളവൻ അവൻ തൃപ്തി വരുത്തും. ആ തൃപ്തി വരുന്നത് ദൈവശബ്ദം കേൾക്കണം. അതിന് സഹായിക്കണം ഉപവാസ പ്രാർത്ഥന. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഷണ്ഡൻ്റെ സ്നാനത്തിൻ്റെ സന്ദർഭമാണത്. വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് 53-ാം അധ്യായം. പക്ഷെ എന്താണെന്ന് ഷണ്ഡന് മനസ്സിലാകുന്നില്ല. അത് പൊരുള് തിരിച്ചു കൊടുത്ത് യേശുവിനെക്കുറിച്ചാണെന്ന് മനസ്സിലായി. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടപ്പോൾ സ്നാനപ്പെടുന്ന ആ നിത്യമായ സത്യം ഷണ്ഡന് വെളിപ്പെട്ടു. അടുത്ത ദിവസത്തേക്ക് മാറ്റിയില്ല. ഇതാ വെള്ളം, ഇനി സ്നാനപ്പെടുന്നതിൽ എന്താണ് എനിക്കൊരു കുറവ്? അതാണ് അടിസ്ഥാനം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പും വിളിയും നമുക്ക് ഒരിക്കൽ കൂടി ആ ദൈവിക ശബ്ദത്തിലൂടെ നമ്മൾ ഉറപ്പാക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. അപ്പോസ്തല പ്രവൃത്തി 13:3. ഈ കാലഘട്ടത്തിൽ ദൈവസഭ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്,
ഒരു ശുശ്രൂഷകൻ അവന് അടിസ്ഥാനപരമായി ഒരു മാതൃ ചർച്ച് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ അമിത സ്പിരിറ്റ് കയറി എൻ്റെ സഭ യൂണിവേഴ്സലാണെന്ന് പറഞ്ഞാൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല. നീ മരിക്കുമ്പോൾ ഈ യൂണിവേഴ്സൽ സഭ വന്ന് നിന്നെ കുഴിച്ച് മൂടത്തില്ല. സ്ഥായിയായ ഒരു സഭയുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകത, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മയും വേണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു ദൈവദാസന് ഇതേപോലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചു. എന്നെപ്പോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ വേറൊരു രക്ഷിക്കപ്പെട്ട അച്ഛനെയും വിളിച്ചു. അച്ഛന് കുറച്ച് ഈ ഭൂതകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കൃപാവരമുള്ള പുള്ളിക്കാരനാണ്. അപ്പോൾ ആളെ നോക്കി കാര്യങ്ങൾ പറയാൻ കുറച്ച് കഴിവുള്ള ആളാണ്. അച്ഛനല്ലേ എന്ന് കരുതി ഈ പാസ്റ്റർ വിളിച്ചതാണ്. പക്ഷെ സംഭവിച്ചെന്താണെന്നറിയാം, പുള്ളിക്കാരൻ വന്ന് ശുശ്രൂഷിച്ചു, എല്ലാവരുടെ തലയിൽ കൈവച്ച് ദൂതും പറഞ്ഞ് ശുശ്രൂഷയും കഴിഞ്ഞ് പോയി. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ സഭയിലുള്ള പകുതി പേര് ഈ ശുശ്രൂഷകൻ്റെ പുറകെയും പോയി. സ്തോത്രം. ഒരു ദൈവദാസൻ സഭയിൽ ശുശ്രൂഷയ്ക്ക് വന്നാൽ ആ സഭയിലുള്ള മക്കളുടെയും കൂട്ടായ്മയുടെ ആത്മവർദ്ധനാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ സഭ തകർക്കുകയല്ല വേണ്ട. സ്തോത്രം. തൊട്ടടുത്ത് തന്നെ വേറൊരു കൂട്ടായ്മ പുള്ളി തുടങ്ങി. ഇനി വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ഈ സഭയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അഭിഷിക്തനുണ്ട്. ആ അഭിഷിക്തൻ്റെ പേരെന്താ? പേര് പറ, ഉച്ചത്തി പറ. ഇത് കുടുംബത്തിൻ്റെ നാഥനാണിത്. ഈ നാഥൻ്റെ മുകളിൽ ഒരു നാഥനുണ്ട്. എന്നാൽ ഈ കുടുംബനാഥൻ അറിയാതെ നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരൊറ്റ അഭിഷിക്തനെയും വിളിച്ചു കയറ്റരുത്. സ്തോത്രം. ആ അഭിഷിക്തൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, സ്തോത്രം, അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ ഈ പാസ്റ്ററിൻ്റെ പെർമിഷൻ വേണം. എന്നിട്ട് പാസ്റ്ററൽ പ്രൂഡൻസ് എന്ന് പറയും. ഹല്ലേലൂയ. അപ്രകാരം അല്ലെങ്കിൽ സഭയുടെ അകത്ത് പ്രശ്നമുണ്ടാകും. അപ്പോൾ അടിസ്ഥാനപരമായി സഭയിൽ നിന്ന് ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചാണ് ശുശ്രൂഷ കയക്കേണ്ടത്. ചോദിക്കാനും പറയാനും പുറകിൽ ആളുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആദിമസഭയിൽ ഒരു ശുശ്രൂഷകനെ അവർ സഭയിൽ പ്രാർത്ഥിച്ച് കൈവച്ചിട്ടാണ് അയച്ചത്. അയക്കാതെ ഒരുത്തൻ പോകരുത്. ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ടു വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് ദൈവശബ്ദം ക്ലിയറായിട്ട് കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ചേർന്നു ഹല്ലേലൂയ പറയാം. നന്മ സുവിശേഷിക്കുന്നൊരു പാദം എത്ര മനോഹര, ആരും അയക്കാതെ എങ്ങനെ പോവും? സ്തോത്രം. അപ്പോൾ ആ ദൈവശബ്ദം, ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, അത് വ്യക്തമായി വെളിപ്പെടുന്നത് ഉപവാസ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. അല്ലാതെ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി ഉള്ള വളഞ്ഞ വഴിയല്ല.
ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭൗതിക മനുഷ്യൻ്റെ വിശാലതയല്ല, ആത്മീയ മനുഷ്യൻ്റെ ഒരുക്കമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. ദാനിയേൽ 9:3. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അഭിഷിക്തനാണ് ദാനിയേൽ. ആ ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഏത് സംഭവത്തിനും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ പ്രവാചകൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇന്നിപ്പം പലർക്കും മുട്ടുമടക്കാൻ കഴിയുന്നില്ല. മനസ്സിലായി? ചിലരൊക്കെ തന്നെ സ്വന്തം മുട്ട് കണ്ടിട്ട് നാളുകളായി. എല്ലാം കൂടി ഇടിയ കുനിയുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പോപ്പിക്കൂടെ വന്ന് നിൽക്കുന്ന കാരണം സ്വന്തം സ്തോത്രം. നോക്കുകയെ, ഇത് ജന്മന വിളിച്ചത് വേർതിരിക്കപ്പെട്ട പ്രവാചകനായ ദാനിയേൽ തൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവഹിതം അന്വേഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുട്ട നിൽക്കുന്നത് നന്നായിരിക്കും. പണ്ട് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് മുട്ട നിർത്തുമായിരുന്നു. ഇപ്പം മുട്ട നിർത്തിയാൽ ആ നിർത്തുന്നവനെ നിർത്തിക്കളയും. അതാണ് ഇപ്പോഴത്തെ പിള്ളേർ. സ്തോത്രം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നോ ഡൈവോഴ്സ്. സ്തോത്രം. അപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് 10 ബെനഫിറ്റ്സിലൊന്ന് ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായി കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ബെനഫിറ്റ്സ്, രണ്ടാമത്തെ ഗുണം ഉപവസിക്കുന്നതിൻ്റെ 2. ഫാസ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് ടു പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് എ ന്യൂ മിനിസ്ട്രി. അതായത് ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ, അത് വ്യക്തമായി ദൈവഹിതപ്രകാരം കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. സ്തോത്രം. ദൈവം ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് ദൈവം ഫിനിഷ് ചെയ്യും. ഇടക്കിട്ടിട്ട് പോണ പരിപാടിയില്ല. മുന്നോട്ടൊരു കാല് വെച്ചാൽ അത് പുറകോട്ടില്ല. അതിന് നമ്മൾ സഹായിക്കണമെന്നാണ് ഉപവാസ പ്രാർത്ഥന. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 23-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 14:23. ഒരു ശുശ്രൂഷ, ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് എക്സലൻ്റ് ജോബാണ്. എക്സലൻറ്റും എക്സെൻട്രിക്കും ഉണ്ട്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ ക്രിക്ക്. കർത്താവിൻ്റെ വേല ഇതല്ല, എക്സലൻ്റ്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വേല എന്ന് പറയുന്നത് സുവിശേഷ വേലയാണ്. ഹല്ലേലൂയ. വിശ്വസ്തരെന്നെണ്ണി നമ്മളെ കർത്താവ് അത് ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ വിശ്വസ്തരായിരിക്കണം. സ്തോത്രം. ഒരു പാസ്റ്റർ എന്ന പദവി അത് കുറഞ്ഞ ഒരു ജോബൊന്നുമല്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ മന്ത്രിയാണ്, അവൻ ദൈവത്തിൻ്റെ ദൂതനാണ്. അപ്പോൾ ഒരു സഭ ഈ ദേശത്തുണ്ടെങ്കിൽ ഇത് ആത്മാവായ ദൈവമായിട്ട് തുടങ്ങിയതാണ്. അതിനെ ആ ലക്ഷ്യത്തോടുകൂടി വേണം പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. സ്തോത്രം. ഇപ്പോഴീ കാണുന്ന, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്,
ഈ സഭയ്ക്ക്, ഈ ബിൽഡിങ്ങിന് മുമ്പ് എന്തായിരുന്നു ഈ ആലയത്തിൻ്റെ അവസ്ഥ? കണ്ടിട്ടുണ്ടോ? എന്തായിരുന്നു? എന്തായിരുന്നു? യെസ്. ഇപ്പോഴോ? അതാണ് സഭ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളം. അവൻ ചെയ്യുമ്പോൾ എല്ലാം ചന്തവും ഉചിതമായി ചെയ്തിരിക്കും. നമ്മൾ അവൻ്റെ കയ്യിൽ ഉപകരണമാണ്. ഇത് ദൈവമക്കൾക്കായി കൊടുത്ത നന്മയിൽ നിന്നും നമ്മൾ കൈ തുറന്നപ്പോൾ കർത്താവിന്, ഇതാണ് നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിന്റെ ദശാംശം എവിടെ കൊണ്ടുവരാൻ? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്ത്, കരങ്ങൾ മുറുക്കി പറ കറക്റ്റായിട്ട് ദശാംശം കൊടുക്കണമെന്ന് പറ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണക്കിൽ 100-ൽ 100 വാങ്ങിക്കുന്നവരാണ്. ഒരാൾക്ക് ഒരു 1000 രൂപ കിട്ടിയാൽ നമ്മൾ എത്ര കർത്താവിന് കൊടുക്കണം? എത്ര? 100 അല്ലേ? 10,000 കിട്ടിയ 1000, 1,00,000 കിട്ടിയ എത്ര? ആ ഒരു സ്റ്റേജ് വരുമ്പം സഫീറായുടെ അഭിഷേകം ചിലർക്ക് വരും. മനുഷ്യൻ എവിടെ പോയാൽ, എടി 1,00,000 രൂപ കർത്താവ് തന്നതല്ലേ, 10,000 ഇല്ലല്ലോ, തലയിലുണ്ടാ? അനനിയാസപ്പച്ചൻ കറക്റ്റ് കൊണ്ടുവന്നാണ്. ഈ സഫീറ അമ്മച്ചാണ് പുറകെ കയറി പിടിച്ചത്. പകുതി അടിച്ചു മാറ്റി, പകുതി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? കള്ളത്തരം കാണിച്ച ആരോടാ? ദൈവാത്മാവിനോട്. റിസൾട്ട് എന്തായിരുന്നു? ഡെഡ്. അവൻ മരിച്ചുപോയി. ഇതൊന്നും അറിയാതെയാണ് ഉച്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്കായി, ഉപവാസ പ്രാർത്ഥനയ്ക്കായി സഫീറാമ്മച്ചി വരികയാണ്. സഭയിലെ സെൻട്രൽ പാസ്റ്റർ പത്രോസ് അവിടെ ഉണ്ട്. സഫീറാമ്മച്ചി കർത്താവ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തോ? ദൈവദാസനെ പിന്നെ ഇച്ചായൻ്റെ കയ്യിലെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ അമ്മച്ചി ഇച്ചായൻ്റെ വഴിക്ക് പോയിക്കോ. എന്തു പറ്റി? സ്തോത്രം. ശാരീരികമായി നമ്മൾ ആരും മരിക്കുന്നില്ല, പക്ഷെ ആത്മീയപരമായി മരിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു വേല തുടങ്ങിയാൽ അതിൻ്റെ ഉന്നതിലേക്ക് വളർന്നു വരാൻ ദൈവം നമ്മളെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി വരാൻ മനോഹരമായ ഒരു ആലയം. ഇത് ദൈവം തുടങ്ങിയ വേലയാണ്. ഹല്ലേലൂയ. നമുക്ക് ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം. ഹല്ലേലൂയ. അത് പൊളിച്ച് കളയാൻ എളുപ്പമാണ്, പണിയാൻ ഒരിക്കലും. കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മകനും മകളും ആരെയും തകർക്കാനും മുടിക്കാനും നോക്കരുത്. നമ്മളെ എടുത്താണ് കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ചാണ്, ഉപവസിച്ചാണ് കർത്താവ് ഓരോരോ സ്ഥലങ്ങളിൽ കൂട്ടായ്മ. എത്ര വർഷമായി? ലക്ഷക്കണക്കിന് കൂട്ടായ്മകളാണ് ഈ ഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ ഈ സഭയിൽ പിശാചിനും സഭകളുണ്ട്. അറിയാവോ അത്? നമ്മൾ ഈ താമസിക്കുന്ന ഈ കേരളത്തിൽ പിശാചിൻ്റെ സഭകൾ ഒത്തിരിയുണ്ട്.
അവരും ഉപവസിക്കുന്നുണ്ട്. അവരുടെ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവദാസന്മാരെയും ദൈവമക്കളെയും ചതിക്കുക എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ദൈവം തുടങ്ങി വെച്ച ഒരു ശുശ്രൂഷ അതിൻ്റെതായ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നതാണ് ഉപവാസ പ്രാർത്ഥന. 1 തിമോത്തി 5:17-18 വാക്യങ്ങൾ നിൽക്കട്ടെ. സ്തോത്രം. പയ്യെ പോവാം, പയ്യെ മുറിച്ച് പോവാം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ഒരുത്തനെ ദൈവാത്മാവ് പരമേൽപ്പിക്കുന്നതാണ്. ഈ വചനം പഠിപ്പിക്കുന്നവന് സ്തോത്രം എല്ലാ ജോലിക്കും ശമ്പളമുള്ള പോലെ തന്നെയാണ് കർത്താവിൻ്റെ വേലക്കാരനും അവനും യോഗ്യമായ ഒരു നന്മയ്ക്ക് അർഹനാണ്. സ്തോത്രം. ആ ജോലി ചെയ്യുന്ന വ്യക്തിയെ മാനിക്കണമെന്ന് ഉള്ള വചനം ഇപ്പോൾ കേട്ടത്. ഒന്നുകൂടെ വായിച്ചേ. ആ, അവിടെ ക്വാളിഫിക്കേഷനും കൂടെ പറയുന്നുണ്ട്. അല്ലാതെ വെറുതെ ഇരുന്ന് പുട്ടടിക്കുന്നവനെ അല്ല. സ്തോത്രം. നന്നായി അധ്വാനിക്കുന്നവൻ, ആത്മഭാരമുള്ളവൻ, കർത്താവിനോട് കൂറ് പുലർത്തുന്നവൻ. പക്ഷെ ഇന്നിപ്പോൾ അവസ്ഥ രാഷ്ട്രീയ പാർട്ടിക്ക് കൊട പിടിക്കാനായിട്ട് ഇറങ്ങുന്ന ശുശ്രൂഷകരുണ്ട്. ഈ പുസ്തകം എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിലെ രാജാക്കന്മാരുമായി ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. കർത്താവാണ് നിന്റെ ബോസെങ്കിൽ അതിന് മുകളിൽ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നന്നായി അധ്വാനിക്കുന്നവർ, നല്ല ജീവിത സാക്ഷ്യമുള്ളവരെ നമ്മൾ മാനിക്കണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ഒരു സ്ഥലത്ത് സഭയിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞ അച്ഛാ എൻ്റെ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പാസ്റ്ററിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പോൾ ആ പാസ്റ്ററിന് 2 ആൺമക്കളാണ്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോയപ്പം ഒരു കുട്ടി ഓടിച്ചെന്ന് ഈ എന്തെന്നാണ് കൂജ എന്താന്ന് പറയുന്നത്, കുടുക്ക. അവൻ ഓടിച്ചെന്ന കുടുക്കയെടുത്തിട്ട് അച്ഛൻ നിക്ക് ഇത് പറഞ്ഞ് ഇതേപോലെ ഉടച്ചെടുത്ത് അച്ഛ ദൈവാത്മാവ് പറഞ്ഞ് ഇത് അച്ഛന് കൊടുക്കാനെന്ന്. ഞാൻ അവൻ്റെ പപ്പായ ഇങ്ങനെ നിൽക്കുക. അതാണ് ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരെ മാനിക്കണം. സ്തോത്രം. അവർക്ക് വേണ്ടി ഒരു ഇട്ടുകൂട്ട്, ഒരു ചെറിയ ഗിഫ്റ്റ് എല്ലാ വർഷത്തിൻ്റെയും ആരംഭത്തിൽ. ഈ കൈനീട്ടമെന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഉണ്ടാവില്ലയോ? വെറുതെ കൈ നീട്ടിയിട്ട് ഇങ്ങനെ വലിക്കുകയല്ലേ. ഹല്ലേലൂയ. അങ്ങനെ മാനിച്ചിട്ടുള്ള ഒത്തിരി വിശുദ്ധകളായ അമ്മച്ചിമാർ പെന്തക്കോസ്ത് കോളത്തിലുണ്ട്. ദൈവദാസന്മാരെ, കോഴി ആദ്യമായിട്ട് ഇടുന്ന ഫസ്റ്റ് മുട്ട, ആദ്യ ഫലം. സ്തോത്രം. കാരണം എന്ന് വെച്ചാൽ
എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വർഗീയ മന്ന വിളമ്പിത്തരുന്ന ആ കരങ്ങൾ, ആ പാദം എത്ര മനോഹരം. സ്തോത്രം. അപ്പോൾ ആ ഒരിക്കൽ ഒരച്ഛൻ ഉച്ചയ്ക്ക് ഒരു വീട്ടിലോട്ട് കയറി ചെന്ന്, അപ്പോൾ ആ വീട്ടിലെ പ്രത്യേകത ഭയങ്കര ദാരിദ്ര്യമുള്ള വീടാണ്. അച്ഛൻ വന്നപ്പോൾ അച്ഛന് കൊടുക്കാനൊന്നുമില്ല. എന്നാൽ ആ വീട്ടിൽ 2-3 അപ്പമേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞ്, എടാ ഇതെല്ലാം അച്ഛൻ കഴിക്കത്തില്ല, ബാക്കിയുണ്ടാകും, അത് നിനക്ക് തരാം, നമുക്കിപ്പോൾ അച്ഛന് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇവൻ ഇത് കണ്ടിട്ട് ഇങ്ങനെ അപ്പോൾ ഓരോ അപ്പം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പം അവൻ അമ്മയെ നോക്കും. 3-മത്തതും എടുത്ത് അച്ഛൻ കഴിക്കാൻ പോയപ്പം അമ്മ അച്ഛനോ അതുകൂടി എടുത്തെന്ന്. സ്തോത്രം അല്ലയോ? അങ്ങനെ ഒരു വിധവയുടെ സംഭവം അല്ലേ? ഉള്ളത് കൊണ്ടുവന്ന ഒരപ്പം ചുട്ട് എനിക്കതാ, അപ്പം ചുട്ട് കൊടുത്തു അല്ലയോ? അവളും കുഞ്ഞും ആത്മഹത്യ ചെയ്തോ? അതാ, ദൈവത്തിൻ്റെ ദാസന്മാരെ മാനിച്ചാൽ ദൈവം തലമുറകളോളം മാനിക്കും. ഹല്ലേലൂയ. അതൊരു ബ്ലെസ്സിങ് ആയിരിക്കണം. അല്ലാതെ പിന്നെ ചില ദൈവദാസന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കും, ഒരിക്കലും ഓടി കയറി ചെന്ന് ആരുടെയും അടുക്കളയുടെ അകത്ത് കൈയിട്ട് നക്കരുത്. നെവർ ഡു ദാറ്റ്. ഒരിക്കലും അത് ചെയ്യരുത്. സ്തോത്രം. ബി ഡീസെന്റ് ആൻഡ് കീപ് ഡിസ്റ്റൻസ്. സ്തോത്രം. ഹല്ലേലൂയ. കൂടുതൽ ഫെമിലിയറിറ്റി, കണ്ടംസ് എന്ന് പറയുന്ന പോലെ നമ്മൾ അത്രയും ഫ്രീഡമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാനൊരു ദൈവദാസനാണ് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ ഒരു കാരണവശാലും, സ്തോത്രം, ദൈവദാസന്മാർ പ്രത്യേക ശ്രദ്ധിക്കും, ഒരു കാരണവശാലും ആ വ്യക്തിയെ സ്പെഷ്യലായിട്ട് കാണാൻ വീട്ടിൽ പോകരുത്. സ്തോത്രം. ചിലപ്പോൾ ആ വന്ന വ്യക്തി നിങ്ങളെ കാണണമെന്നില്ല. എടി എന്തെങ്കിലും കൊടുത്തു വിട്ടേര്, ഞാനിവിടെ ഇല്ലെന്ന് ഉറങ്ങിയാണെന്നൊക്കെ പറഞ്ഞേര്. സ്തോത്രം. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് നിൽക്കരുത്. ആ ഗൾഫിൽ നിന്ന് വന്നതിനേക്കാൾ ശേഷനാണ് നിങ്ങളെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ആ വചനം ഒന്നുകൂടെ വായിച്ചേ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ എന്ന് വെച്ചാൽ കസേര എടുത്ത് തലക്കെട്ട് അടിക്കുന്നതല്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് റിസീവ് റെസ്പെക്ട്. സ്തോത്രം. ആ നന്നായി ഭരിക്കുന്നവൻ്റെ മുമ്പിൽ ധനാഠ്യനെന്നോ പാവപ്പെട്ടവനോ ഇല്ല, കറുത്തവനോ വെളുത്തവനോ ഇല്ല. അവന് സഭയിലുള്ള എല്ലാവരും ഈക്വലാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 2 പക്ഷം ഉണ്ടാവും. സ്തോത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതങ്ങനെ നന്നായി ഭരിക്കുന്നവൻ. നെവർ ബി എ ഡിക്റ്റേറ്റർ ഓവർ എനി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മുമ്പിലിരിക്കുന്നവരെ അടിച്ച് ഭരിക്കുന്നവരായിരിക്കരുത്, നന്നായി ഭരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എല്ലാവരുടെയും ടെമ്പർ ഒരേപോലെ ആയിരിക്കില്ല. സ്തോത്രം. കടിച്ചു പറിച്ച് തിന്നാൻ വരുന്നവനും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ ഒരു ദൈവഭയത്തോടെ അവൻ നിൽക്കണം. ആ ഒരു ആത്മനിറവോടുകൂടി വേണം ശുശ്രൂഷിക്കാൻ. നന്നായി ഭരിക്കുന്നവൻ. അടുത്തത്, വചനത്തിൽ ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം.
അല്ലാതെ കണ്ട് ഇത് കുടവയറ് സൃഷ്ടിക്കുന്ന ശുശ്രൂഷയല്ല, വേലത്തരത്തിൻ്റെയും ശുശ്രൂഷയല്ല. ശ്രേഷ്ഠമായ വേല, നല്ല വേല കാക്ഷിക്കുന്നതാണ് പറയുന്നത്. അല്ലല്ലോ, അതൊരു പദവിയാണ്, അതൊരു പദവിയാണ്. ഒരു പാസ്റ്ററിൻ്റെ എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, എൻ്റെ മമ്മി ഒരു പാസ്റ്ററിയാണ്. സ്തോത്രം. ഒരു 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 പാസ്റ്ററിൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് നീ ഒരിക്കലും കുണ്ഠിതപ്പെടരുത്. സ്തോത്രം. ഒരു പാസ്റ്ററിൻ്റെ മകളായി ജനിച്ചതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. കാരണം പാസ്റ്റർ ദൈവത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠനാണ്. ആ മാന്യതയും ശ്രേഷ്ഠതയും കൂട്ടായ്മയിലുള്ള വിശ്വാസികൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു 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 പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പള്ളിയിലെ അച്ഛന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനം നിങ്ങൾ കണ്ടുണ്ടോ? സ്തോത്രം. പണ്ട് കാലങ്ങളിൽ അച്ഛനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ മുണ്ട് മടക്കി കുത്തിയിരിക്കണ ഇത് അഴിച്ചിട്ട് അച്ചോ ഈശോ വിചാരിക്കാൻ സുഖായിരിക്കട്ടെ എന്ന് പറയുള്ളൂ. അത് അന്തക്കാലം. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തി അഴിച്ചിട്ടിരിക്കുകയാണ്. അച്ഛനെ കാണുമ്പോൾ ഒന്നുകൂടെ മുകളിലോട്ട് കുത്തിക്കയറ്റി ജോസഫ് ഏട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുള്ളൂ. കാരണം അച്ഛൻ്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചത്. അതുപോലെ പാസ്റ്റർമാർക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതൊരിക്കലും കളഞ്ഞ് താഴെ വന്ന് അടിത്തറയാകരുത്. ആത്മഭാരമുള്ളവനായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എന്നെ ഇവിടെ ആക്കിയത് ദൈവമാണെങ്കിൽ, ഇത് വന്നപ്പോൾ 25 ആണെങ്കിൽ പോകേണ്ട സമയമാകുമ്പോൾ അത് ഡബിളായി വർദ്ധിപ്പിച്ചിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. നോക്കി, കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരും. അപ്പോൾ കാരണം ഇത് ദൈവമായിട്ട് സ്ഥാപിച്ച കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. സഭ കർത്താവിൻ്റെതാണ്. അത് ആരുടെയും വ്യക്തിപരമായ കുത്തകയൊന്നുമല്ല. എന്നിപ്പോൾ നമ്മുടെ ഇടങ്ങളിലൊക്കെ ചിലരുടെ വ്യക്തിപരമായി പേരിൽ അറിയപ്പെടുന്ന സഭകളുണ്ട്. യോഹന്നാൻ്റെ സഭ, തങ്കുൻ്റെ സഭ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടിക്കച്ചവടക്കാരല്ല, കർത്താവിൻ്റെ സഭ. ആ സഭയിലെ ശ്രേഷ്ഠൻ്റെ പദവിയാണ്. അതുകൊണ്ട് അതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഒന്ന് വായിച്ചേ. ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ ഈ നാട്ടിലെ കളക്ടറിനേക്കാൾ പദവിയാ. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്കണം അത്. അടുത്തത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖപ്പട്ടം കെട്ടരുത്. അതാ ഞാൻ പറഞ്ഞേ. ഹല്ലേലൂയ. മാന്യമായി കിടന്നുറങ്ങാൻ ഒരു ആലയം, ഒരു ഭവനം ആ ദാസനുണ്ടായിരിക്കണം. എത്രയോ ദൈവദാസന്മാർ, ഞാൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല, സ്വന്തമായി ഒരു തരി മണ്ണ് പോലും ഇല്ല. ഒരു പാസ്റ്റർ കരയുകയാണ്, റിട്ടയറായി, സ്വന്തമായിട്ടൊരു വീടില്ല. എന്നാൽ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് ഒരു ഭവനം വെച്ച് കൊടുക്കാനുള്ള ആസ്തിയുണ്ട്. 50-60 വർഷമായി അവിടെ വേല ചെയ്യുന്നു, സ്വന്തമായൊരു കൂരയില്ല. ആ ഒരവസ്ഥ ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ ദൈവദാസന്മാർക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ. അവർക്കുമുണ്ട് ഒരു കുടുംബം, അവർക്കുമുണ്ട് കുഞ്ഞുങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ ആ ആത്മചൈതന്യത്തിൽ നിന്ന് ഉയരുന്നതാണ്.
ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ആ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഉപവാസ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. പരസ്പരം മാനിക്കുന്നത്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നത്, കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തു വേണം സംസാരിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. കുടുംബത്തിൽ അപ്പനും അമ്മയും ബഹുമാനിക്കണം. കുടുംബത്തിൽ അന്യോന്യം ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഒരു കുടുംബത്തിൽ നടന്ന സംഭവമാണ്. ആ കുടുംബത്തിലെ അപ്പൻ അധ്വാനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉയർത്തി മാന്യമായി കയറിക്കിടക്കാൻ ഒരു വീട്, മക്കളെയൊക്കെ അവരുടേതായ നിലയിൽ വളർത്തി വലുതാക്കി. പക്ഷെ ഒരു പ്രഭാതത്തിൽ ആ മനുഷ്യനൊരു രോഗിയായി. ആ രോഗം ഭയങ്കരമായി. പഴയതുപോലെ അധ്വാനിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇറങ്ങി പുറത്തു പോകാൻ പറ്റുന്നില്ല, ബെഡ് റീഡനായി കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ് 1, 2, 3 ഒക്കെ എടുക്കുന്നത്. ഈ ഭാര്യയെ എന്ത് ചെയ്യുന്നറിയോ? ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ആ വീട്ടിൽ തന്നെ ഇട്ടിട്ട് അവരിറങ്ങി 2 പെൺമക്കളുമായിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചു. ഞാൻ ആ പള്ളിയിൽ പോയപ്പോൾ ഉള്ള സംഭവം, ഞാൻ ആ വീട്ടിൽ ചെന്നു. അങ്ങനെ ഈ ശുശ്രൂഷയിൽ, ഈ ധ്യാന പ്രോഗ്രാമിൽ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഉള്ള ഒരു ശുശ്രൂഷയുണ്ട്. അതിനായി ചെന്നപ്പോൾ കണ്ട സംഭവമാണിത്. അപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ കിടക്കുന്നത് വേറൊരു സഹോദരിയുടെ വീട്ടിലാണ്. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ, എൻ്റെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടത്. ഈ വ്യക്തി അപ്പുറത്തെ വീട്ടിലെ അച്ചായനായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് മലമൂത്രമൊക്കെ അവിടെ തന്നെ കിടന്ന്, ഈ പെണ്ണിന് ഈ മലമൂത്രം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. സ്തോത്രം. ഞാൻ ഈ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. ഞാൻ ചോദിച്ചത്, സഹോദരി, തൻ്റെ ഭർത്താവ് എവിടെ? അത് ഇന്ന സ്ഥലത്തുണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി, പക്ഷെ അവിടെ ആരുമില്ല. എന്ത് സംഭവം? അതെ, ആ മനുഷ്യൻ്റെ മലമൂത്രം ഭയങ്കര മണം, എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഇട്ടിട്ട് പോകും. ഞാൻ ചോദിച്ചെന്താണെന്നറിയാമോ? അപ്പോഴീ മലമൂത്രമൊക്കെ നിങ്ങളുടെ ഭർത്താവിന് മാത്രമല്ല, നിങ്ങൾക്കില്ലേ? അല്ല. ആ മനുഷ്യൻ്റെ നല്ല ആയുസ്സിൽ രക്തം വിയർപ്പാക്കി ആ കുടുംബത്തെ പോറ്റിയവനാണ്. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ കുറേ ഞരമ്പുകൾ കൊണ്ടുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് മതി ഇങ്ങനെ ആയിരിക്കുന്നവൻ ഇങ്ങനെ ആകാൻ. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. സ്തോത്രം. രോഗിയാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ഏതവസ്ഥയിലും അവനെ അവളെ പരിപാലിക്കണം. സ്തോത്രം. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ്. ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ച്, പക്ഷെ ആ മനുഷ്യൻ്റെ സങ്കടം വേണ്ടപ്പെട്ടവർ കാണണമായിരുന്നു. കാണാതെ കണ്ണടച്ചാൽ ദൈവം വെറുതെ വിടത്തില്ല. കാരണം ദൈവം തൻ്റെ അഭിഷിക്തനെ മാനിക്കുന്നവനാണ്. അതുപോലെ ദൈവമക്കളും അങ്ങനെ മാനിക്കണം. സ്തോത്രം. മനുഷ്യരാണ്, നമുക്ക് എന്ത് വേണേലും സംഭവിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂട്ടായ്മ ആരംഭിച്ചത് ദൈവമാണെങ്കിൽ, സ്തോത്രം, അത് ശ്രേഷ്ഠമായ നിലയിൽ വളർത്തിയെടുക്കുന്നത് ദൈവമാണ്. നമ്മളെ കരങ്ങളിൽ എടുത്ത് കൊണ്ടാണ്. അതിനു വേണ്ടി കർത്താവ് ആ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ദൈവദാസനെയും ദൈവമക്കളെയും നമ്മളിലൂടെയാണ് ദൈവം പരിപാലിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് സായിപ്പിനെ കൊണ്ടല്ല.
പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്തിട്ട് പറ, ദൈവദാസന്മാരെ മാനിക്കണമെന്ന് പറ. ഹല്ലേലൂയ. അല്ലാതെ പേപ്പട്ടിയെ പോലെ ഇട്ട് ഓടിച്ചിട്ട് അടിക്കുകയല്ല വേണ്ടത്. സഭയുടെ അകത്ത് റൗഡികളുണ്ടോ? റൗഡികൾ പാസ്റ്റർമാരെ തല്ലുന്ന. ഏതായാലും ഈ സഭയുടെ അകത്ത് അങ്ങനെയുള്ള ഡുഗിളിയൊന്നും ഇല്ലെന്ന് തോന്നാൻ. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം. ദൈവത്തിൻ്റെ സഭയെ തുടരുത്, ദൈവദാസന്മാരെയും തുടരുത്. സ്തോത്രം. അവർക്ക് കുറവുകളുണ്ടാകാം, പക്ഷേ ഒരു കാരണവശാലും ഒരു ദൈവദാസൻ്റെ കുറവ് നിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കരുത്. നീ സംസാരിക്കുന്നത് നിന്റെ തലമുറകൾ കേൾക്കുകയും ചെയ്യരുത്. ഭയങ്കര പൈശാചിക ശക്തിയുടെ പ്രവർത്തനം കുടുംബത്തിൽ നടക്കും. സ്തോത്രം. പിന്നെ എന്താ ചെയ്യേണ്ടത്? തലമുറകൾ വിളിച്ചിരുത്തി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഏത് മീഡിയ എടുത്താലും തലപൊക്കി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളല്ല ആത്മീയ കോളത്തിൽ നടക്കുന്നത്. പക്ഷേ അത് കണ്ടൊന്നും മനസ്സും എടുത്തു പോകരുത്. കാരണം നമ്മളെ വിളിച്ചവൻ ദൈവമാണ്. സന്തോഷമുള്ളതൊക്കെ കരങ്ങളടിച്ചെൻ്റെ കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ സ്തോത്രപ്പ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അവിടെ തന്ന ഈ ശ്രേഷ്ഠ പദവിക്കായി സ്തോത്രം, തെരഞ്ഞെടുപ്പിനായി സ്തോത്രം കർത്താവേ. നീ ഞങ്ങളെ കരുതുന്നതിനായി മാനിക്കുന്നതിനായി നന്ദിയപ്പ. ഓ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു വചനം കൂടെ വായിക്കാം. 2 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 12-ാം തിരുവചനം. 2 തിമോത്തി 1:12. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. ആമേൻ. ചേർന്നൊരു ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ആ വിശ്വാസം, ബോധ്യം ഉണ്ടായിരിക്കണം. ആരാണ് എന്നെ തിരഞ്ഞെടുത്ത് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്, ഉറപ്പുണ്ട്. അവനാണ് എൻ്റെ ഉപനിധി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോൾ പൗലോസിനെ പോലെ സകലം ചപ്പും ചവറുമായി എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഇറങ്ങിയത്. സ്തോത്രം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛൻ എന്നോട് ചോദിക്കണേ, ക്രിസ്വിൻ, വാട്ട് എ ഫൂൾ ആർ യു? നീ എന്തൊരു വിഡ്ഢിയാടേ. എടാ, ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ഈ പിന്നെ കോഴിക്കോട്ട് പോയി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്നോട് ചോദിച്ചു, യു ആർ എ ഫൂളെന്ന്. ഞാൻ അച്ഛനോട് പറഞ്ഞേ, യെസ്, ഓഫ് കോഴ്സ് ഐ ആം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ്. ഞാൻ യേശുവിന് വേണ്ടി ഒരു പമ്പര വിഡ്ഢിയാണ്, ഒരു കഴുതയാണ്. തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചത്, ആൻഡ് ഹൂസ് ഫൂൾ ആർ യു? അച്ഛനാർക്ക് വേണ്ടിയാ വിഡ്ഢിയായിരിക്കുന്നത്? സ്തോത്രം. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു മാറിടുമേ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോവിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ലോകത്തിൻ ദൃഷ്ടിയിൽ നാം പോഷന്മാരാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലോ ശ്രേഷ്ഠരത്രേ. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇന്നത്തെ കുഴപ്പം എന്താണെന്നറിയാം? ആരിൽ വിശ്വസിച്ചിരിക്കുന്ന ആർക്കറിയാം? അതുകൊണ്ടാണ് സ്തോത്രം, ആരെങ്കിലും വഴി വെച്ച് കാണുമ്പോൾ എവിടെ പോവാ? ആ, ഞാനും കൂടെ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ കൊടുത്ത് കൈവിടുന്നു. ആ, മുഖത്തോട് നോക്കി വരാം. ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങി പോകരുതെന്ന് പറ. അല്ല, കർത്താവിനെ ഉപേക്ഷിച്ച് പോണ കാലഘട്ടമാണ്. വിശ്വാസിയാലേ ശരി.
ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള നല്ല ബോധ്യത്തോട് വേണം സഞ്ചരിക്കാനായിട്ട്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ കുടുംബക്കാരെന്നെ തള്ളി. സ്തോത്രം. ഇനി എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ വെറുത്തു. പക്ഷേ എന്നെ വിളിച്ചവൻ ദൈവമാണ്. അമ്മേ, എന്നെ വിളിച്ചവൻ ദൈവമാണ്. നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ കർത്താവിൻ്റെ പേര് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്ന, ഒന്ന്, ദൈവശബ്ദം ക്ലിയറായി കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നു. രണ്ട്, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു മിനിസ്ട്രി അനുഗ്രഹത്തോടെ കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നത്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന.